ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മാളവിക വെയിൽസ്. പേരിനൊപ്പമുള്ള വെയിൽസ് എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ടെന്ന് മുമ്പ് മാളവിക പറഞ്ഞിരുന്നു. ചാനൽ പരിപാടിയിൽ രമേശ് പിഷാരടിയും ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. അച്ഛൻ്റെ പേരാണ് വെയിൽസ്. തൃശ്ശൂർക്കാരനാണ്. പരമ്പരകൾക്ക് പുറമെ ചാനൽ പരിപാടികളിലും താരം അതിഥിയായി എത്താറുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെയായി പങ്കിടുന്ന വിശേഷങ്ങളും വൈറലായി മാറാറുണ്ട്. ഇപ്പോഴിതാ അവിവാഹിതയായി തുടരുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും മാളവിക നേരിടുന്നുണ്ട്. കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്നായിരുന്നു മാളവിക മുമ്പ് പറഞ്ഞത്. വിവാഹാലോചനകൾ ഇപ്പോഴും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ശ്രീനിഷ് അരവിന്ദുമായി നേരത്തെ പ്രണയത്തിലായിരുന്നുവെന്നും ബിഗ് ബോസിൽ പോയതോടെയായിരുന്നു ബ്രേക്കപ്പായതെന്നുള്ള വിവരങ്ങളും പ്രചരിച്ചിരുന്നു. ഷോയിൽ വെച്ചായിരുന്നു പേളിയും ശ്രീനിഷും പ്രണയത്തിലായത്. മത്സരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്നായിരുന്നു തുടക്കത്തിൽ വിമർശനം. ജീവിതാവസാനം വരെ ഒന്നിച്ചയാവാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു പേളി പറഞ്ഞത്. ഷോയിൽ നിന്ന് പുറത്തിറങ്ങി വൈകാതെ തന്നെ പേളിയും ശ്രീനിഷും ഒന്നിക്കുകയായിരുന്നു. ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ചടങ്ങുകളെല്ലാം നടന്നിരുന്നത്. ഇപ്പോഴിതാ മാളവികയും പേളിമാണിയും ഒന്നിച്ചൊരു പരിപാടിയുടെ വീഡിയോ ക്ലിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പേളിക്കു വേണ്ടി ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെന്നായിരുന്നു മാളവിക പറഞ്ഞത്. പാചക പരിപാടിയിലായിരുന്നു ഇരുവരും ഒന്നിച്ചത്. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിയത്. അവസാനം മാളവികയുടെ ജീവിതം തകർത്തു. വർഷങ്ങളായി മാളവികയുമായി ലിവിങ് ടുഗദർ ആയിരുന്നു. ബിഗ് ബോസിൽ ശ്രീനിഷിനുള്ള വസ്ത്രവും ഷൂസുമെല്ലാം നൽകിയിരുന്നത് മാളവികയായിരുന്നു. ഏറ്റവും വലിയ നന്ദികേടും ചതിയുമാണ് ചെയ്തത്, വിശ്വാസവഞ്ചനയും. ഇതുവരെയും മാളവിക വിവാഹവും കഴിച്ചിട്ടില്ല. ചതിച്ചിട്ട് പോയതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടിയിട്ടില്ല. ശ്രീനിയോട് പേളി വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ തനിക്ക് പുറത്തൊരാൾ കാത്തിരിക്കുന്ന കാര്യം അറിയിച്ചിട്ടും പേളി തീരുമാനം മാറ്റിയില്ല. തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് മാറാതെ പ്രണയാഭ്യർത്ഥന നടത്തി. തുടർന്ന് ബിഗ് ബോസ് പരിപാടി കഴിഞ്ഞ ഉടനെ അച്ഛനെയും മറ്റും വരുത്തി ഉടനടി കല്യാണവും ഫിക്സ് ചെയ്തു. ഒരു തവണയെങ്കിലും ബിഗ് ബോസിന് ശേഷം മാളവികയെ കണ്ടിരുന്നുവെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം സ്വപ്നം തകരാൻ കാരണം അദ്ദേഹമായിരുന്നു എന്നായിരുന്നു ഒരാൾ കമൻറ്റ് ചെയ്തത്. സത്യം, ഇതേക്കുറിച്ച് ഇതുവരെ പേളി പ്രതികരിച്ചിട്ടില്ല. സബ്സ്ക്രൈബേഴ്സിനോട് എപ്പോഴും സെലിബ്രേഷനിലാണ്. പണമുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നടത്താമല്ലോ. ട്രൂ ലവ് ആക്ട് ചെയ്യുന്നു, കർമ്മ എന്നൊന്നുണ്ടല്ലോ. സത്യം, ഇതേക്കുറിച്ച് പേളി ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലെന്നായിരുന്നു കമൻറ്റുകൾ. ശ്രീനിക്ക് വേറൊരു ബന്ധമുണ്ടെന്ന് ആ പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ടെന്നും അർച്ചന സുശീലൻ പറഞ്ഞിരുന്നു. അത് കേട്ടിട്ടും പേളി പിന്മാറിയില്ലെന്നതും ശ്രീനിയും അത് പ്രോത്സാഹിപ്പിച്ചു എന്നതുമായിരുന്നു വിമർശനങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് പേളിയോ ശ്രീനിഷോ മാളവികയോ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല.